കുറേയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഭാര്യ തറക്കി വെക്കും. ഇത് കഴിഞ്ഞ് നമ്മളൊരു സക്സസ്സിലേക്ക് വരുമെന്ന് അവർക്കും മനസ്സിലായി തുടങ്ങിയപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾക്ക് ഗ്രോത്തിന് കാരണമായിട്ടുണ്ടായിട്ടുള്ളത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും പോകാൻ പറ്റില്ല. എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് സാർ? 100% സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അവരൊക്കെയാണ് നമ്മുടെ കമ്പനീനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ നൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനം, അതിൻ്റെ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റെനിൽ റാഫേൽ സാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ദർശന TVയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. സാർ നാട്ടിലെവിടെയാണ്? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ കപ്പൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ. കപ്പൽപ്പള്ളി. സാർ പിന്നെ ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയാണോ? ജനിച്ചത് നാട്ടിലാണ്. പിന്നെ അവിടെ നിന്നൊരു 10 years ഒക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ സൗദിയിലോട്ട് വന്നു. സാറിൻ്റെ പാരൻസ് സൗദിയിലായിരുന്നു? അതെ. ഓക്കെ. അപ്പം പിന്നെ സാർ പിന്നീട് ഒരു 5th തൊട്ട് സൗദിയിലായിരിക്കും പഠിച്ചത്? അതെ അതെ, റിയാദിലാണ്. പിന്നീട് സാറിൻ്റെ ബാക്കി ഗ്രാജുവേഷനൊക്കെ? 5th മുതലൊരു 7th വരെ ഞാൻ ഇവിടെ റിയാദിലാണ് പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നാട്ടിലോട്ട് പോയി. അവിടെ ഒരു വർഷം വീണ്ടും നിന്നു. തിരിച്ച് ഞങ്ങൾ ദമാമിലേക്ക് വരാണ്. ദമാമിൽ ഞാൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാമിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. 12th വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോയി. എന്തായിരുന്നു സാറിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ആദ്യം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് BTechന് ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സൗദിയിൽ ബിസിനസ്സിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. സാർ എങ്ങനെയാണ് ഈ ബിസിനസ് ഫീൽഡിലേക്ക് എത്തുന്നത്? ബിസിനസ് ഫീൽഡിൽ എത്തുന്നത് ഞങ്ങൾക്ക് ഞാനൊരു +2 പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളാണ് നമുക്കൊരു തോട്ട് തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ആ ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് ഫ്രണ്ട് ആയിട്ടില്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് നമുക്ക് അത് അറിയണ്ടായിരുന്നില്ല ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അതൊരു ഇങ്ങനെ ഒരു 2-3 വർഷത്തോളം അത് നമ്മൾ ഒരു ഗ്രോത്ത് ഒന്നും ഇല്ല, സ്ട്രഗ്ലിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ഒരു ലാസ്റ്റ് ഞങ്ങൾക്കത് എൻ്റെ പേയുള്ള ഒരു പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പറഞ്ഞില്ല, എഞ്ചിനീയറിംഗ് ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് സൗദിയിലോട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ ആ ബിസിനസ് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കണം, എനിക്ക് ഇനി ബിസിനസ് ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെ വീട്ടിൽ അതിനോട് ആരും താല്പര്യം ഉണ്ടായിരുന്നില്ല, ജോബായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് കുറച്ച് വാശിയൊക്കെ പിടിച്ചു, എനിക്ക് ബിസിനസ് മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ബിസിനസ് ഞാൻ ആദ്യം നടത്താൻ, അത് വീണ്ടും അതായത് ഈ നമ്മുടെ കോൺട്രാക്ടിങ് കമ്പനി അതന്നെ ഞാൻ വീണ്ടും അത് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു അറ്റംപ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1-2 വർഷത്തോളം അതിൻ്റെ പിന്നാലെ കുറേ നടന്നു. പക്ഷെ അത് വല്ലാണ്ടൊന്നും അത് ഇല്ല, സക്സസ്സിലേക്ക് എത്തിയില്ല. അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ ഫാദർ നമുക്കൊരു ബിസിനസ് ഇങ്ങനെ ഒരു ക്ലയൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ള സംഭവം പറഞ്ഞപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ അറ്റംപ്റ്റ് ചെയ്തു. ആദ്യം നമുക്ക് അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അവരൊരു ഏകദേശം ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വെണ്ടറൊക്കെ ആക്കി നമ്മുടെ ബിസിനസ്സിലേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അതെ, കോൺട്രാക്ടിങ് ആയിരുന്നു. നമ്മൾ എന്താ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബിസിനസ് മാറ്റിയപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. അത് ഞങ്ങൾ ചെയ്തു. ഞങ്ങളത് നല്ല സക്സസ് ആയിട്ട് മുന്നേറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതെ. ഏതൊക്കെ കമ്പനീസാണ് നമ്മുടെ ഈ ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് മെയിനായിട്ട് കോൺട്രാക്ടിങ് കമ്പനിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ലോജിസ്റ്റിക്സ് ക്ലിയറൻസ്, കസ്റ്റം ക്ലിയറൻസ് ഒക്കെ ആയിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളത് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് ഫ്ലീറ്റ്സ് വേണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളത് പതുക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാൻ പറ്റുക, ആദ്യം 1-2 ഫ്ലീറ്റൊക്കെ മേടിച്ചു. പിന്നെ നമുക്ക് അത് പറ്റാണ്ട് അത് പോരായ്മ വന്നു. അങ്ങനെ അത് ഫ്ലീറ്റ്സുകൾ കൂട്ടി അതൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആയിട്ട് ഞങ്ങൾ അതിനോട് കമ്പൈൻ ചെയ്തു മാറി. അപ്പോൾ ഇത്
ഈ നമ്മുടെ ലോജിസ്റ്റിക്സ് കമ്പനിക്ക് എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓരോ ഫേമുകൾ ഞങ്ങൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സാറിന്റെ ഇപ്പം ഞാൻ ലിസ്റ്റ് കണ്ടപ്പം ഏകദേശം 10-12 ഉണ്ട്. ഫോം കണ്ടു. ഇത് എല്ലാം കണക്റ്റഡ് ആണ്, ഒരുവിധം എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ. ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മുമ്പ്, നമ്മുടെ റിലയൻസിന്റെ സ്റ്റോറിയിൽ പെട്രോൾ തുടങ്ങി അതിന്റെ ശേഷം ഇങ്ങനെ ബാക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്കാണ് അവർ കടന്നു പോയത്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസുകൾ വരുമ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പം അതും ഒരു ബിസിനസ് ആക്കി മാറ്റാണ് ഒരു നല്ലൊരു പ്ലാനാണ് അത്. സാറിന്റെ അപ്പം പിന്നെ ഈ പാരന്റ്സിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഇത് കഴിഞ്ഞ് നമ്മളൊരു സക്സസിലേക്ക് വരുമെന്ന് അവർക്കും മനസ്സിലായി തുടങ്ങിയപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾക്ക് ഗ്രൗത്തിന് കാരണമായിട്ടുണ്ടായിട്ടുള്ളത്. ഫാദറിന്റെ പേര് റാഫേൽ എന്നാണ്. പിന്നെ മദർ സോളി എന്നാണ് പേര്. ആൾ ഹൗസ് വൈഫ്. എനിക്കൊരു സിസ്റ്റർ, ഞാനാണ് മൂത്താള്. സിസ്റ്റർ പിന്നെ ഒരു ബ്രദറാണുള്ളത്. സാറിന്റെ ഇപ്പം ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇനി എത്രയും വലിയ ബിസിനസ് ആയപ്പോഴും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം, ഈ ടെൻഷൻസ് എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഇതിലൂടെ ഇറക്കി വെച്ചിട്ട് പോകും? ഞാൻ കുറെയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ അപ്പൊ ഭാര്യ ഇറക്കി വെക്കും. ഇറക്കാനുള്ള അപ്പം അത് പരാതിയൊന്നുമില്ല, പരാതിയൊന്നും. ഞാനിങ്ങനെ കുറെ ടെൻഷൻ എടുക്കുമ്പോ ആള് പറയും അത് ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആണ്, അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറെയൊക്കെ സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ടാവും. അത് അതിന്റെ വഴിക്ക് പോയിക്കൊള്ളും. സ്വാഭാവികം അല്ല. ഞാനാണെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആള് പിന്നെ അത് കുറെയൊക്കെ അത് വിട്ടുകളാ, പ്രശ്നമില്ല, നമുക്ക് നോക്കാം. അതായത് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യും, ഭയങ്കര സപ്പോർട്ട് ചെയ്യും. കട്ടക്ക് കൂടെ. അതെ. എന്താണ് വൈഫിന്റെ പേര്? മേഘ. മക്കള്? എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്താളുടെ പേര് സാഗ, രണ്ടാമത്തെ ആളുടെ പേര് നൂറ. ഓക്കെ സർ, ഇപ്പം ഏകദേശം ഒരു 12ഓളം കമ്പനീസ് നമ്മുടെ അണ്ടറിലുണ്ട്. എങ്ങനെയാണ് സർ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ സ്ട്രാറ്റജി? അതൊക്കെ നമ്മുടെ സ്റ്റാഫ്, അതെല്ലാം ലീഡ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ, നമ്മുടെ റെഡിക്ക് ഒരു കോപ്പി വെർഷൻ അവിടെ എല്ലായിടത്തും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെയാണ് അത് ഹെഡ് ചെയ്ത് ചോദിക്കാൻ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഏതൊരു ബിസിനസിന്റെയും പിന്നെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫാണ്. അതെ, തീർച്ചയായും. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മൂവ് ആവാൻ പറ്റില്ല. എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് സർ? 100% സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അവരൊക്കെയാണ് നമ്മുടെ കമ്പനീനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഓണർ ആണെങ്കിലും കൂടി അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ കമ്പനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നത്. അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്യാന്നുള്ളത് എല്ലാ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ 10-12 സ്വാഭാവികമായിട്ടും അതിന്റേതായ ടെൻഷൻസ് ഒരുപാടുണ്ടാവും. അവരൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നുള്ള? അവര് വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എൻ്റെ അടുത്ത് പറയും. ഞാനതൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനത് സോൾവ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം സ്റ്റാഫ് ഇപ്പോൾ സാറിന് അണ്ടറിൽ? ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 230+ സ്റ്റാഫ്സ് ഉണ്ട് എല്ലാ ബ്രാഞ്ചസും. ഈ 230+ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 230+ ഫാമിലീസ് ആണ് സാറിന്റെ ഈ ഫേം കാരണം നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്. അത് സാറിന് തന്നെ ഒരു സെൽഫ് നല്ല സമാധാനം നൽകുന്ന ഒരു സംഭവം. ഇത്രയെല്ലാം ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നമ്മുടെ സ്ഥാപനം കൊണ്ട് ഇത്രയധികം ആൾക്കാർക്ക് അവരുടെ ഫാമിലി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഈ കമ്പനിയാണെന്നുള്ളതായിരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഒരുപാട്. സാർ ഇപ്പം പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഈ കസ്റ്റമറിനെ നമ്മുടെ കൂടെ നിർത്തുന്നത്? കസ്റ്റമറിനെ കൂടെ നിർത്തുന്നത് നല്ല ഗുഡ് സർവീസ് കൊടുക്കുക, റീസണബിൾ പ്രൈസ്. അതല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല. ഈ ബിസിനസ് രംഗത്തേക്ക് ഇപ്പം കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ് സാർ? യങ് ജനറേഷന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താ വെച്ചാൽ ഡെഡിക്കേഷനാണ് ഒരു ബിസിനസ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ വേണ്ടത്. 100% ഡെഡിക്കേഷൻ. അതുപോലെ നമ്മളെല്ലാം നല്ല ലീഗലായിട്ടും എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന മാർക്കറ്റ് അവർക്ക് എന്നും ഓപ്പൺ ആയിരിക്കും. അതിലൊരു തകർച്ച ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അത് അവരുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഗ്രോത്ത് തന്നെ ഉണ്ടാവുള്ളൂ. ഡെഡിക്കേഷൻ 100% സത്യസന്ധരായിരിക്കണം. ഈ സാർ പറഞ്ഞു, സാറിൻ്റെ ഇപ്പം സക്സസ് സ്റ്റോറി പറയുമ്പോൾ തന്നെ അതിൽ സാർ എടുത്ത് പറയുന്നത് നമ്മുടെ സർവീസാണ്. അപ്പോൾ ആ സർവീസ് ക്വാളിറ്റി അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നോ കോംപ്രമൈസ് എന്നും ഞങ്ങൾ അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. വിജയം നമ്മളെ തേടി വരും. 100% ആണ്. അതിലൊരു യാതൊരു ഒരു മാറ്റില്ലാത്തൊരു കാര്യമാണ്. ഏതായാലും സാറിനെ പോലെയുള്ള എങ്ങനെ എനർജറ്റിക് ആയ ഒരു പേഴ്സണെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും.
നന്ദി, നമസ്കാരം. താങ്ക് യു.